ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ സരയുവിനോട് കോടതിയിൽ ചോദിക്കുന്നുണ്ട് നമ്മുടെ വക്കീലെ, അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെ വളരെ ഇഷ്ടമാണ്, വളരെ അച്ഛൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾ പറയുന്നുണ്ട്, അല്ല നിങ്ങൾ നൊന്ത് പ്രസവിച്ച അമ്മയെടുത്ത് നിങ്ങൾക്കൊരു ഇതുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ സരയു പറയുന്നുണ്ട്, അതെൻ്റെ അമ്മയാണെന്ന് ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല. ആരൊക്കെ അംഗീകരിച്ചാലും ശരി, എൻ്റെ അച്ഛൻ എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ സ്നേഹവും എൻ്റെ ഇഷ്ടങ്ങളൊക്കെ നിറവേറ്റി തന്ന എൻ്റെ അച്ഛനത്. അത് മാത്രമല്ല, എൻ്റെ അമ്മ എന്ന് പറഞ്ഞ് ഞാൻ ഇത്ര നാൾ വിളിച്ചത് എൻ്റെ അച്ഛൻ്റെ ഭാര്യനെയാണ്, അതായത് എൻ്റെ ഇപ്പോഴത്തെ അമ്മേനെ. അവരെ തന്നെ ഞാൻ അമ്മയായിട്ട് കാണത്തുള്ളൂ എന്ന് പറയാണ്. വേറെ ആരും കോടതിയിൽ പറഞ്ഞാലും, കോടതിക്ക് മൊഴി കൊടുത്താലും, കോടതി തെളിഞ്ഞാലും ഞാൻ ഒരിക്കലും വേറെ ആരെയും അമ്മയായിട്ട് സ്വീകരിക്കില്ല. ഞാൻ പ്രായപൂർത്തിയായിട്ടുള്ളൊരു പെണ്ണാണ്, ഒരു കുട്ടിയുടെ അമ്മയാണ്, ഞാനൊരു ഭാര്യയാണ്, അമ്മയാണ്. അതുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ട് നിലപാടുണ്ട് എന്ന് പറയണം. ശരി, നിങ്ങൾക്ക് പോകാം എന്ന് വക്കീൽ പറയണം. അങ്ങനെ സരിയെ പോയിക്കുമ്പോഴേക്കും വക്കീൽ ജഡ്ജിയെടുത്ത് പറയേണ്ടത്, കണ്ടില്ല യുവർ ഓണർ, ഇതാണ് അവസ്ഥ. അച്ഛൻ വളർത്തിയ മകൾ ഇതേ അവസ്ഥ തന്നെയാണ് സംസാരിക്കുന്നത്, അച്ഛൻ്റെ അതേ ഗുണം തന്നെയാണ് മകളും കാണിക്കുന്നത്. ഇനി കോടതിക്ക് തീരുമാനിക്കാം എന്ന് പറയണം. അങ്ങനെ കോടതി ജഡ്ജി വിധി പറയണം. രാഹുൽ കൃഷ്ണദാസ് എന്ന് പറഞ്ഞ ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കോടതിക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിമാൻഡ് ചെയ്യാമെന്ന് പറയുമ്പോഴേക്കും സരയു ആകെ ഷോക്കാവട്ടോ. ചന്ദ്രസേനും കിരണിനൊക്കെ ഭയങ്കര സന്തോഷമാവാണ്. അങ്ങനെ കോടതി പിരിച്ചു വിട്ടിരിക്കട്ടോ. രാഹുലിനെ കൊണ്ടുപോകാൻ വേണ്ടി പോലീസുകാർ വരുന്ന മുമ്പ് രാഹുലിൻ്റെ അടുത്തേക്ക് വേഗം സരയു പോകുന്നുണ്ട്. കെട്ടിപ്പിടിക്കുകയാണ് സരയു. അതിനുശേഷം രാഹുൽ പറഞ്ഞു, മോളെ വിഷമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് രാഹുൽ അവിടെ നിന്ന് പോകുകയാണ്. കോടതിക്ക് മുമ്പിൽ തന്നെ ഇരിക്കുന്നുണ്ട് നമ്മുടെ കിരണും കല്യാണിയും, അതുപോലെ തന്നെ രൂപയും താരയും ചന്ദ്രസേനയൊക്കെ നിൽക്കുന്നുണ്ട്. ചന്ദ്രസേന കിരണിനോട് പറയേണ്ട, അവൻ ഇപ്പോൾ റിമാൻഡിൽ പോയി, റിമാൻഡിൽ നിന്ന് ഒരിക്കലും അവൻ പുറത്തിറങ്ങാൻ പറ്റാത്ത വിധമാക്കണം വക്കീലെന്ന് പറയുമ്പോൾ വക്കീൽ പറയുന്നുണ്ട്, അതോർത്ത് സാർ വിഷമിക്കേണ്ട, അയാൾ ചെയ്ത തെറ്റുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കലും അയാൾ റിമാൻഡിൽ നിന്ന് ഇറങ്ങിയാലും അയാൾക്ക് ശിക്ഷ കിട്ടും. ഒരു കുറഞ്ഞത് 30 വർഷങ്ങളും അയാൾക്ക് ജയിലിൽ കിടക്കാനുള്ള എല്ലാ സംഭവങ്ങളും ആയിട്ടുണ്ട്. അതായത് ഈ താര എന്ന് പറഞ്ഞ പാവപ്പെട്ട സ്ത്രീനെ പറ്റിച്ച് വഞ്ചിച്ച് ഗർഭിണിയാക്കി ഈ സ്ത്രീയുടെ കുഞ്ഞിനെ മാറ്റി മുതലുള്ള തെറ്റുകൾ അയാൾ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ലോ, എന്തോരം പ്രാവശ്യം നിങ്ങളെ കൊല്ലാൻ നോക്കി, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് 10-30 വർഷം അയാൾ ജയിലിൽ തന്നെ കിടക്കും എന്നിങ്ങനെ പറയണം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ സരയും രാഹുലിനെ കൂട്ടിക്കൊണ്ട് കുറച്ച് പോലീസുകാരൊക്കെ ഇവിടെ വരും കേട്ടോ. രാഹുൽ ഇങ്ങനെ നോക്കുന്നുണ്ട് ചന്ദ്രസേനെ. ആ സമയത്ത് ചന്ദ്രസേന പറയണ്ടേ, എടാ നീ നേരെ ജയിലിലേക്ക് പോകുമ്പോൾ അവിടെ നിനക്ക് പറ്റി 2 കൂട്ടുകാരുണ്ട്, ആരാന്ന് ഞങ്ങൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ, അവരൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് അവിടെ നീ അങ്ങോട്ട് നിൽക്ക് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാണ്. അത് കേട്ടിട്ട് രാഹുൽ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുക കേട്ടോ. ആ സമയത്ത് സരയു പണ്ട് നിങ്ങളൊന്നും ജയിച്ചെന്ന് വിചാരിക്കേണ്ടെന്ന് പറയുമ്പോൾ, ഇല്ലടി ജയിച്ചെന്ന് വിചാരിക്കുന്നില്ല, കാരണം ഈ അമ്മേനെ നീ അവിടെ കോടതിയിൽ നീ തള്ളിക്കളഞ്ഞില്ലേ, അതെ ഞാൻ തള്ളിക്കളയും, ഈ സ്ത്രീ ഒരിക്കലും എൻ്റെ അമ്മയാവില്ല. സരയു നിനക്കൊരു പെൺകുട്ടിയാണുള്ളത് എന്ന് കല്യാണി പറയുന്നത്, ആ പെൺകുട്ടിയാണെങ്കിൽ മര്യാദയ്ക്ക് വളർത്താൻ നോക്കിടി നീ എന്ന് പറയുമ്പോഴേക്കും അതെന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞിട്ട് സരയു അവിടെ നിന്ന് പോവുകയാണ്. സരയു പോയി കണ്ടിട്ട് ചന്ദ്രസേനൻ പറയണം, അവൾ ഒരിക്കലും നന്നാവില്ലെന്ന് പറയുമ്പോൾ അവൾ തകരും, മനോഹർ ഒരു ഫ്രോഡാണെന്ന് അറിയുമ്പോൾ അവൾ തകരും എന്ന് ചന്ദ്രസേനൻ പറയുമ്പോൾ കിരൺ പറയണ്ടു, ഒരിക്കലും തകരില്ല ചാ, അവൾ അപ്പോഴും അവിടെ പിടിച്ചു നിൽക്കും, കാരണം അപ്പോഴാണ് അവൾ കളി തുടങ്ങാൻ പോണത്. അല്ലെങ്കിൽ ഇപ്പോഴത്തന്നെ അവൾക്ക് ആ ഒരു സ്വഭാവം വന്നിട്ടുണ്ടല്ലോ. അയാൾ മനോഹർ ഫ്രോഡാണെന്ന് അറിയണ മുമ്പ് തന്നെ ഞങ്ങളുടെ കല്ലുമോനെ അവൾക്ക് ഇല്ലാതാക്കാൻ നോക്കിയതല്ലേ. നിങ്ങളെല്ലാവരും സൂക്ഷിക്കണം കേട്ടോ അവളെ, അവൾ എന്തായാലും പുറത്തിപ്പോൾ അവൾ മാത്രമുള്ള ശത്രുവായിട്ട്, അവളെ സൂക്ഷിക്കേണ്ടതാണ് എന്നിങ്ങനെ പറയാണ്. താരൊക്കെ വല്ലാത്ത വിഷമമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാഹുലിനെ ജയിലിലേക്ക് കൊണ്ടുപോവാണ്, പോലീസുകാരെല്ലാവരും ജയിലിലേക്ക് കൊണ്ടുപോവാണ്. സരയുക്ക് ആകെ വിഷമമാവുന്നുണ്ട്. സരയു അതിനുശേഷം നേരെ പോണത് വീട്ടിലേക്കാട്ടോ. അവിടെ ഷാരി സരയുവിനെയും കാത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. സരയുവിനെ കാണുമ്പോൾ തന്നെ ഷാരി ചോദിക്കേണ്ടത് എന്തായി മോളെന്ന് ചോദിക്കുമ്പോൾ, എന്താവാൻ അച്ഛനെ റിമാൻഡ് ചെയ്തു എന്ന് പറയാണ്. അതുമാത്രമല്ല, അവിടെ ആകെ നാണം കെട്ടുപോയി, അച്ഛൻ ചെയ്ത എല്ലാ കാര്യങ്ങളും അവിടെ വിളിച്ചു പറഞ്ഞു പ്രതിഭാഗം വക്കീൽ. അതുമാത്രമല്ല, അവിടെ ആ സ്ത്രീയും വന്നിരുന്നു, എൻ്റെ അമ്മ എന്ന് അവകാശപ്പെടുന്ന ആ സ്ത്രീ, അവരുടെ മകൾ ഞാനെന്ന് കിരണും കല്യാണിയൊക്കെ കോടതിന് മുമ്പിൽ പ്രൂവ് ചെയ്തു. DNA ടെസ്റ്റിൻ്റെ റിപ്പോർട്ടിൻ്റെ റിസൾട്ട് വരെ അവർ കൊടുത്തു എന്ന് പറയാണ്. ഇപ്പോൾ കോടതിക്ക് മുമ്പിലും ആൾക്കാരുടെ മുമ്പിലൊക്കെ അവരതിൻ്റെ നിയമപരമായിട്ടുള്ള അമ്മ എന്ന് പറയാണ്. അതൊക്കെ കേട്ട് ഷാരിക്ക് വലിയ കുലുക്കൊന്നുമില്ല, കാരണം ഷാരി ഇതൊക്കെ നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കിയ കാര്യങ്ങളാട്ടോ. ഷാരി ഇങ്ങനെ വിഷമിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പം എല്ലാവർക്കും തൃപ്തിയായല്ലോ, ഇനി എൻ്റെ അച്ഛനെ പുറം ലോകം കാണാൻ പറ്റുമെന്ന് പോലും അറിയില്ല, എല്ലാവരും കൂടി എൻ്റെ അച്ഛനെ അവിടെ വെച്ചിട്ട് പിച്ച് കീറുമായിരുന്നു എന്നൊക്കെ പറയാണ്. അതുമാത്രമല്ല, അച്ഛൻ ചെയ്ത എല്ലാ ക്രൂരതകളും അവിടെ തുറന്നു പറഞ്ഞു. ഇപ്പം ജയിച്ചിരിക്കുന്നത് അവരാണ്, പക്ഷേ അവർ ഞാൻ അധികം നാൾ ജയിക്കാൻ വിടില്ല അമ്മേ, എന്തൊക്കെ പറഞ്ഞാലും അവർ ഞാൻ ഇതിനൊക്കെ അനുഭവിച്ചിരിക്കും, വേണ്ട മോളെ നമുക്കിനൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ, വേണ്ടെന്നോ, ഇത്രയും നാൾ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഇതിനിറങ്ങിയത് വേണ്ടെന്ന് വെക്കാനാണോ? ഇല്ല, ഒരിക്കലുമില്ല, എൻ്റെ അച്ഛനാ ജയിലിൽ കിടത്തി ഒരെണ്ണത്തിന് ഞാൻ വെറുതെ വിടില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് സരയു മുകളിലേക്ക് കയറി പോവാട്ടോ. ഷാരിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നിങ്ങനെ അറിയില്ല. ശേഷം നമ്മുടെ കിരണും
കല്യാണിയും കൂടിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്. രൂപയും ചന്ദ്രസേന അവരുടെ വീട്ടിലേക്ക് പോവാണ്. പോണ മുമ്പ് ചന്ദ്രസേന പറയുന്നുണ്ട്, മോളെ എന്തൊക്കെ പറഞ്ഞാലും ഈ രാഹുൽ ജയിലിൽ പോകാൻ കാരണക്കാരൻ ആ പ്രകാശൻ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾ ശരിക്കും കോടതിയും കാര്യങ്ങളൊക്കെ നടക്കും, രാഹുൽ ജയിലിലും പോയാനെ, പക്ഷെ ഞാനും രൂപയും ഇത് കാണാനായിട്ട് ഇവിടെ ഉണ്ടാവില്ലായിരുന്നു എന്ന് പറയുമ്പോൾ രൂപ പറയുന്നുണ്ട്, അതേ കല്യാണി മോളെ, ഞാനും ചന്ദ്രേട്ടനും എപ്പോഴേ മരിച്ചു കഴിഞ്ഞാൽ നിൻ്റെ അച്ഛൻ പ്രകാശനുള്ളത് മാത്രമാണ് ഞങ്ങളിവിടെ ജീവനോടെ ഉള്ളത്. അതുകൊണ്ട് പ്രകാശിനെ സംസാരിക്കാനോ സ്നേഹിക്കാനോ ഒന്ന് അകറ്റി നിർത്തേണ്ട മോളെ. ഞാൻ പറഞ്ഞല്ലോ, പ്രകാശനുള്ളത് കൊണ്ട് ഞാനും ചന്ദ്രേട്ടനും ഇന്ന് ജീവനോടുള്ളത്. അയാൾ മുമ്പ് എത്രയോ തെറ്റ് ചെയ്തവനായിരിക്കോട്ടെ, പക്ഷെ നമ്മുടെ ജീവനിൽ നിന്ന് നിലനിർത്തിയത് അയാൾ കാരണമല്ലേ എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട്, അത് ഞാൻ ഇവളത്ത് പറഞ്ഞതാണമ്മേ, ഇനി അയാൾക്ക് മുറുകം തിരിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന്. കല്യാണി അപ്പോൾ തലേക്ക് ഇനി ആട്ടുന്നുണ്ടെങ്കിൽ കല്യാണിക്ക് അതൊന്നും വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അതിനിഷ്ടം കിരണും കണ്ണും കൂടി നേരെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് പ്രകാശം റോഡിലൂടെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, കല്യാണി ഇതേ നമ്മൾ കാണാൻ ആഗ്രഹിച്ചാളിതേ റോട്ടിലൂടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കിരൺ വണ്ടി ഒരു സൈഡിലേക്ക് നിർത്താണ്. കല്യാണി ഇറങ്ങ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കല്യാണി അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങാണ്. കല്യാണിനെയും കിരണിനെയും കാണുമ്പോൾ പ്രകാശിന് ഭയങ്കര സന്തോഷമാവാട്ടോ. പ്രകാശം വേഗം തന്നെ കിരണിൻ്റെയും കല്യാണിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ആ മക്കളെ, നിങ്ങളെ കാണാൻ സാധിച്ചല്ലോ, മോളെ കാണണമെന്ന് തന്നെ ഇപ്പോൾ ആഗ്രഹിച്ചോളൂ, അമ്പലത്തിൽ എന്തേ ഞാനിപ്പോൾ ഇറങ്ങിയുള്ളൂ, ഭഗവതി എൻ്റെ മോളെ ഒന്ന് കാണിച്ചിട്ടുണ്ടെന്ന് പ്രാർത്ഥിച്ചിറങ്ങിയപ്പോൾ ദേ ഭഗവതി എൻ്റെ മോളെ എൻ്റെ മുമ്പിൽ എത്തിച്ചു. ഹോ, എന്തൊരു ശക്തിയുള്ള ദേവിയാ അല്ലേ എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട്, ഞങ്ങൾ കോടതിയിൽ പോയിട്ടാണ് വരുന്നത്, രാഹുലിനെ റിമാൻഡ് ചെയ്തു എന്ന് പറയുമ്പോഴേക്കും പ്രകാശൻ കല്യാണിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. കല്യാണി പറയുന്നുണ്ട്, അതെ റിമാൻഡ് ചെയ്തു, അയാളിനി ശല്യം ഉണ്ടാവില്ലെന്ന് പറയുമ്പോൾ പ്രകാശം വേണ്ട, നന്നായി അവൻ അനുഭവിക്കുക, ശരിക്കും അനുഭവിക്കണം. മക്കളെ, നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ, ഞാൻ അന്നും അവിടെ പോയത് അയാളുടെ കൂടെ കൂടാനല്ല, നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി നിങ്ങളെ രക്ഷപ്പെടുത്താനാണ് ഞാൻ നോക്കിയെന്നുള്ള കാര്യം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ മക്കളെ എന്നൊക്കെ പ്രകാശം ചോദിക്കുമ്പോഴേക്കും കിരൺ പറയണ്ട, അങ്ങനെ നിങ്ങളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ പ്രകാശം പറയണ്ട, സാരില്ല മക്കളെ, എന്നെ വിശ്വസിച്ചില്ലെങ്കിലും എൻ്റെ മോളിതേ നോക്കി എൻ്റെ മുഖത്ത് നോക്കി സംസാരിച്ചു, മുഖം തിരിയാതെ അവൾ എൻ്റെ മുഖത്ത് നോക്കി, ഇതിനേക്കാളും വലിയ കാര്യമൊന്നും എനിക്ക് വേണ്ട എന്ന് പറയണം. കിരൺ പറയുന്നുണ്ട്, എന്തായാലും ഇവൾക്ക് പെട്ടെന്ന് ഒരു കാര്യങ്ങളും മറക്കാൻ പറ്റില്ലല്ലോ, 14 വർഷം നിങ്ങൾ ഒരുപാട് അനുഭവിപ്പിച്ചതല്ലേ എന്ന് പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, അതെ 14 വർഷം എൻ്റെ മുഖം കാണുമ്പോൾ തിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്ന ആളല്ലേ എന്ന് പറയുമ്പോൾ മോളെ അതൊന്നും ഓർമ്മിപ്പിക്കില്ല, അന്ന സമയത്ത് എൻ്റെ തലയിൽ പിശാചായിരുന്നു, ഇപ്പോഴത്തെ അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കും മോളെ, അതൊന്നും പറയണ്ട. എന്തായാലും എൻ്റെ കാലിപ്പോൾ പണിമുടക്കി, ശരീരം മുമ്പേ പണിമുടക്കിയതാണല്ലോ, എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാം. എനിക്കാകെ ഒരേ ഒരു ആഗ്രഹം മാത്രമല്ല മക്കളെ, ഈ ഓണത്തിന് അടുത്ത ഓണത്തിന് ഞാൻ ഉണ്ടാവുമെന്ന് പോലും അറിയില്ല, കാരണം എനിക്ക് തോന്നി തുടങ്ങുന്നുണ്ട് ഞാൻ അധികം നാളിനി ഇല്ലെന്ന്. അതുകൊണ്ട് ഈ ഓണത്തിന് നിങ്ങളുടെ കൂടെ ഒരു പ്രാവശ്യം ഓണസദ്യ കഴിക്കണം, മക്കളുടെയും കൊച്ചുമക്കളുടെയും മരുമക്കളുടെയും ഒക്കെ കൂടെ ഓണസദ്യ കഴിക്കണം, അങ്ങനെ ഞാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെ കൂടെ ഓണസദ്യ കഴിക്കണം എന്നൊക്കെ പറയുമ്പോൾ കിരൺ വേണ്ട, അതിനെ നമുക്ക് ആലോചിക്കാം, വരവ് വെക്കാം എന്നൊക്കെ പറയുമ്പോൾ പ്രകാശന സന്തോഷമാണ്. ശരി മക്കളെന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട്, അതെ ഞങ്ങളുടെ കമ്പനിയിൽ പാൽക്കാരിയായിട്ടാണ് കല്യാണി വന്നതല്ലോ, പക്ഷെ ഇപ്പോൾ എൻ്റെ ഭാര്യയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടാണ്. ഇപ്പോൾ ഞങ്ങളുടെ കമ്പനിയിൽ ഒരു ഒഴിവ് വന്നിട്ടുണ്ട്, സെക്യൂരിറ്റി ആയിട്ടാണ്, പ്രകാശനെ നിൽക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ പ്രകാശനെ സന്തോഷമാവുന്നുണ്ട്. പ്രകാശൻ പറഞ്ഞിട്ട്, വേണ്ട മോനെ, ആ ജോലി എനിക്ക് വേണ്ട, നിങ്ങളൊരു തരത്തിലും കഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അത് അവിടെ വന്ന് നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലോ, സാരില്ല മക്കളെ, എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള വകയൊക്കെ അമ്പലത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്, പിന്നെ ഉറങ്ങാനുള്ള കാര്യമുണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ടാൽ മാത്രം മതി എന്ന് പ്രകാശൻ പറയാണ്. കല്യാണി പേഴ്സിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് പ്രകാശന് നേരെ നീട്ടുന്നുണ്ട്. പ്രകാശൻ, എന്താ മോളെ ഇതൊന്നും എനിക്ക് വേണ്ടട്ടോ എന്ന് പറയാണ്. അത് സാരില്ല, ഇത് പിടിക്ക്, വേണ്ട മോളെ, അത് മോളുടെ കയ്യിൽ തന്നെ വെച്ചോ, എനിക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ല, പിന്നെ ഞാൻ സായനത്തിൽ അമ്മേനെ കാണാൻ വേണ്ടി പോകുന്നുണ്ടേ, അപ്പോൾ സായനത്തിലൊരു ഒഴിവ് കിട്ടുകയാണെങ്കിൽ ഞാൻ അവിടെ തങ്ങും, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്താൻ വരില്ല, ഇടയ്ക്ക് നിങ്ങളെ കാണണമെന്ന് തോന്നുമ്പോൾ ഇതുപോലെ വരുമെന്നല്ലാണ്ട് വേറൊരു ബുദ്ധിമുട്ട് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കില്ല മക്കളെ, എൻ്റെ അമ്മ പോലും എന്നെ വിശ്വസിച്ചിട്ടില്ല, പിന്നെ നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളെ കുറ്റമൊന്നും പറയില്ല കേട്ടോ, എന്നാൽ കാണാം, ഞാൻ പറഞ്ഞ ഓണത്തിൻ്റെ കാര്യം ഒന്ന് ഓർക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശനെ അവിടുന്ന് പോവാണ്. പ്രകാശം പോയിക്കുമ്പോഴേക്കും കല്യാണി പറയേണ്ട കിരണിനോട്, ഇയാളെ വിശ്വസിക്കാവോ കിരണേട്ടാ, നമുക്ക് നോക്കാം എന്ന് കിരൺ പറയുന്ന ഭാഗത്തോടെയാട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.